പ്രിയപ്പെട്ടവരെ, ഒരു വ്യാഴവട്ടത്തിനിപ്പുറം ഇന്ത്യയിലെ ഭരണ സംവിധാനം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനെതിരെ വീണ്ടും പിന്നോട്ട് സഞ്ചരിക്കുകയാണ്. ട്രാൻസ്ജെൻഡറുകളുടെ നിർവചനം തിരുത്തിക്കൊണ്ടുള്ള ട്രാൻസ്ജെൻഡർ ബിൽ ലോക്സഭ പാസാക്കിയിരിക്കുകയാണ്. माननीय सभापति महोदय जी, विधेयक को पारित किया जाए। प्रश्न यह है कि विधेयक को पारित किया जाए। जो सदस्य इसके पक्ष में वो हाँ कहें, जो सदस्य विरोध में है वे ना कहें। मेरे विचार में निर्णय हाँ वालों के पक्ष में हुआ, हाँ वालों के पक्ष में हुआ। प्रस्ताव स्वीकृत हुआ, विधेयक पारित हुआ। പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ ഈ വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നതും. എനിക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീമതി ഗിരിജയാണ്. അദ്വൈതിൻ്റെ അമ്മയാണ് ശ്രീമതി ഗിരിജ. അദ്വൈത് ഒരു ട്രാൻസ് മാനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീമതി ഗിരിജയെ നമ്മുടെ ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് ശ്രീമതി ഗിരിജ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമസ്തേ സേതലക്ഷ്മി. നമസ്തേ. കേൾക്കാമോ? കേൾക്കാം, വ്യക്തമായിട്ട് കേൾക്കാം. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ ബില്ല് പ്രതിപക്ഷത്തിന്റെ എതിർപ്പിന് ഇടയിലാണ് കേന്ദ്രം പാസാക്കിയത്. ഈ പാസാക്കിയതിനു ശേഷം അത് എത്ര കണ്ട് ഈ സമൂഹം ചർച്ച ചെയ്തു എന്ന കാര്യം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. വേണ്ട വിധത്തിൽ അവരുമായി സംസാരിക്കുകയോ അവരുടെ ആശങ്കകൾ പരിഗണിക്കുകയോ ഒക്കെ ചെയ്തോ എന്നൊരു കാര്യം. ഈ ഒരു ബില്ല് പാസാക്കി ജനിതക ശാരീരിക വൈകല്യങ്ങൾ ഉള്ളവരെയൊക്കെയും ഒഴിവാക്കുന്ന രീതിയിലുള്ളൊരു ബില്ല് കൂടിയാണ്. അപ്പം ഈ ബില്ലിൽ അങ്ങയെ അസ്വസ്ഥപ്പെടുത്തുന്ന അല്ലെങ്കിൽ അങ്ങയെ ആശങ്കയിൽപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ വിഭാഗത്തിൽ ഏറ്റവും ഇപ്പം ഈ ഒരു ബില്ല് ലോക്സഭയിൽ പാസ്സായതിനു ശേഷം അല്ലെങ്കിൽ ഇതൊരു നിയമത്തിലേക്ക് നിയമമായി മാറുന്നതിന് ശേഷം ഉണ്ടാവുന്ന കഷ്ടപ്പാടില് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കാൻ പോകുന്നതിൽ എന്റെ മകനും കൂടെ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഉത്കണ്ഠ ഉണ്ടാക്കുന്നത്. അത് ഞാനൊരു സ്വാർത്ഥയായ ഒരു അമ്മയായതുകൊണ്ട് മാത്രമല്ല, അവരുടെ ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാനുള്ള അവരുടെ അവകാശത്തെ നമ്മൾ ഒരു തരത്തിലും പരിഗണിക്കാതെയുള്ള ഒരു നീക്കമായിട്ട് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. അതും ഒരു ചെറിയ കാലയളവിൽ ഒരു വളരെ പെട്ടെന്ന് ഒരു ധൃതിപ്പെട്ട് ഉണ്ടാക്കി ഇരിക്കുന്ന ഒരു ഭേദഗതിയായിട്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള മക്കളുടെ അമ്മമാരും അച്ഛന്മാരും ഉള്ള ഒരു വലിയ ഒരു കുടുംബമുണ്ട്. ഞങ്ങൾക്കെല്ലാം അത് വേദനയുള്ള ഒരു അനുഭവമായിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ് ഈ ഒരു സഭയിൽ എനിക്ക് സംസാരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് ഞാൻ വരേണ്ടി വന്നത്. ഇപ്പം ഈ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് കൃത്യമായ സുരക്ഷയും ആനുകൂല്യങ്ങളും ഒക്കെ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ ഭേദഗതി എന്നാണ് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞത്. ഇപ്പോൾ ഈ അമ്മ പറയുന്നത് അനുസരിച്ചാണ് എങ്കിൽ ഈ വേണ്ട വിധത്തിലുള്ള ചർച്ചകൾ നടത്താതെ, അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുമായി സംസാരിക്കാതെ, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ധൃതിപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു ഭേദഗതി അങ്ങനെയാണോ? തീർച്ചയായും അവരെ ഉൾക്കൊള്ളിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു ഭേദഗതിക്കുള്ള ബില്ല് ലോക്സഭയിൽ പാസ്സായതിനു ശേഷം നമ്മുടെ രാജ്യമെമ്പാടുമുള്ള ട്രാൻസ്ജെൻഡർ സമൂഹത്തിലെ അവരിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ അവിടെ നേരിട്ട് പോയി കാണാൻ ശ്രമിക്കുകയും സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴെല്ലാം വളരെയധികം വേദനയോടുകൂടി അവർ തിരിച്ചു വരേണ്ട അവസ്ഥയിലേക്ക് അവരെ ഒന്ന് കേൾക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ഭേദഗതി ഒരു ബിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവരെ ആ ചർച്ചയിൽ ഉൾക്കൊള്ളിക്കാനോ ഒരു മനസ്സ് അവർ കാണിച്ചിട്ടില്ല. ഒരു നമ്മള് പിന്നോക്ക വിഭാഗം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലിംഗ് ആണ് ഈ ഒരു ജനതയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതില് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ഉള്ള വേദന എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ മക്കൾക്ക് നമ്മുടെ രാജ്യത്ത് സുരക്ഷിതമായ ഒരു ഭാവിയിൽ ജീവിക്കാനുള്ള അവകാശം നമ്മുടെ പരമോന്നതമായിട്ടുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊടുത്തിരുന്നു. 2014-ലെയും 2019-ലെയും ഒക്കെ നിയമനിർമ്മാണത്തിലും ജഡ്ജ്മെന്റിലും എല്ലാം അവർക്ക് അവരുടെ ഭാവിയിൽ കുറച്ചും കൂടെ എഫേർട്ട്ലെസ് ആയിട്ട്, ഞാനതേ പറയുന്നു, എഫേർട്ട് ഇല്ലെന്നല്ല, അവരുടെ ജീവിതം കുറച്ചും കൂടി സുഗമമാവുന്ന രീതിയിലുള്ള ഒരു സമൂഹത്തിലേക്ക് അവർക്ക് ജീവിക്കാനുള്ള സാധ്യത അവർക്ക് കണ്ടുവന്നിരുന്ന ഒരു സമയത്താണ് ഇത് സത്യം പറഞ്ഞ ഒരു ഇടുത്തി പോലെയാണ് നമ്മളുടെ എല്ലാവരുടെയും മേലിൽ നമുക്കത് ഫീൽ ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും, ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികളല്ലാത്തവർക്കോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുടുംബങ്ങളോ അല്ലാത്ത ആളുകൾക്ക് ഇത് വെറും അടുത്ത വീട്ടിലെ ഒരു തമാശ മാത്രമാണ്. ആ രീതിയിലായി ഇപ്പൊ നമ്മൾക്ക് തോന്നുന്നത്. കാരണം ഇതിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു അല്പമെങ്കിലും ഈ മക്കളുടെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും സ്ഥാനത്ത് നിന്നും കൂടെ ചിന്തിക്കാൻ
എല്ലാവരെയും പ്രേരിപ്പിക്കണം എത്ര എന്നുള്ള പേര് അതിൽ അക്കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നൊരു കാര്യമല്ലേ. ഇപ്പം അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള പാരൻസ് അവർ എത്ര പേര് ഇതേപോലെ രംഗത്തേക്ക് വരികയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അവിടെയാണ് ഇപ്പം ശ്രീമതി ഗിരിജ വ്യത്യസ്തയാകുന്നതും. അമ്മ ഇപ്പം സമാനമായ രീതിയിലുള്ള ഒരുപാട് പാരൻസിനെ ഒരു പക്ഷേ അങ്ങേക്ക് അറിയാമായിരിക്കും. ഇപ്പോൾ ഈ ഭേദഗതിയൊക്കെ വന്നതിന് ശേഷം അവരുമായി സംസാരിച്ചിരുന്നോ? അവരും സമാനമായ ആശങ്കകളാണോ പങ്കുവെക്കുന്നത്? തീർച്ചയായും ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഇതൊരു ചെറിയൊരു സപ്പോർട്ട് ഗ്രൂപ്പ് ആണെന്നുള്ളത്. ഒരു നല്ലൊരു പോപ്പുലേഷൻ പാരന്റ്സ് ഈ മക്കളുടെ പിറകിലുണ്ട്. അത് ഇല്ലാത്തവരും ഉണ്ടാകാം. ഞാൻ പറയുന്നില്ല എല്ലാ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും അവർക്ക് പൂർണ്ണമായ പിന്തുണ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും നമ്മൾ ആ ഒരു അംഗീകരിക്കാത്ത ഒരു വിഭാഗത്തിനെ നമുക്ക് മാറ്റി നിർത്താം. അംഗീകരിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളെ പോലുള്ള പാരന്റ്സിന്റെ അകത്തുള്ള വ്യഥ എന്ന് പറയുന്നത് മനസ്സിലാവണമെങ്കിൽ നമ്മളുടെ കുഞ്ഞിനെ ആ ഒരു അവസ്ഥയോടെ കടന്നു പോകുന്ന നമ്മൾ കാണണം. എങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവൂ എന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ് ഞങ്ങൾക്ക് വേദന കൂടുന്നത്. ഇവിടെ നമ്മൾക്ക് ഒരു സിമ്പതി അല്ല ആവശ്യം. എന്നോട് സിമ്പതി വേണ്ട, ട്രാൻസ്ജെൻഡർ വ്യക്തിയോട് സിമ്പതി വേണ്ട. അവർക്ക് സുരക്ഷിതമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാനുള്ള ഒരു പരിസ്ഥിതി കൊടുക്കും, സമൂഹത്തിൽ കൊടുക്കും. അതുപോലെ ഭരണഘടനയോ അല്ലെങ്കിൽ നിയമങ്ങളോ അതിനുള്ള സപ്പോർട്ട് കൊടുക്കും. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു ആശങ്ക ഞാനിപ്പോ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ പിറകിലുള്ള വികാരവും അത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ എടുത്തു നോക്കി ഇപ്പോഴത്തെ ഈ ബില്ല് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളില് ഇതൊരു അമെൻഡ്മെന്റ് ബില്ലാണ്. നേരത്തെ ഓൾറെഡി നിലവിലുണ്ടായിരുന്ന ഒരു ബില്ലിൽ നിന്ന് കുറെ ഭാഗങ്ങൾ വെട്ടിമാറ്റി പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങൾ ചേർക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ ഇതിന്റെ ലീഗൽ വശങ്ങളിൽ പൂർണ്ണമായിട്ടും സംസാരിക്കാനുള്ള എക്സ്പെർട്ട് അല്ല. ഞാനത് ആദ്യമേ പറഞ്ഞുകൊണ്ടാണ് എന്റെ അറിവുകൾ ഞാനിവിടെ പങ്കുവെക്കുന്നത്. ഇതില് ഏറ്റവും കൂടുതൽ ഈ ഒരു പുതിയ നിർവചനത്തില് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ. അത് ട്രാൻസ് മാൻ ആവാം, ട്രാൻസ് വുമൺ ആവാം. അതിൽ പലരും ഒരു ട്രാൻസിഷൻ അവരുടെ സെൽഫ് പെർസീവ്ഡ് ആയിട്ടുള്ള അവരുടെ ഐഡന്റിറ്റിയിലേക്ക് മാറാനുള്ള ട്രാൻസിഷന്റെ നടുവിലാണ്, അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞവരാണ്. അവർ പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്ത് ഒരു ഇല്ലീഗൽ സിറ്റിസണായി മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോ ഈ ബില്ല് ഒരു നിയമമായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് നേരിടാൻ പോകുന്നു. അത് എത്രത്തോളം ഈ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം. ഞാൻ ഈ രാജ്യത്തെ ഒരു നിയമപരമായി നിലനിൽക്കുന്ന ഒരു വ്യക്തി അല്ല എന്ന് തിരിച്ചറിവില്ല. അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു മനസാക്ഷി സമൂഹമോ ഭരണകൂടമോ കാണിക്കാത്തതിന്റെ വിഷമം അവർ മാത്രമല്ലേ അനുഭവിക്കുന്നത്, അതും അവരുടെ കുടുംബത്തിലുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ കുടുംബാംഗങ്ങൾ. അതല്ലാതെ വേറെ ആർക്കും ആ അവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നില്ല. പിന്നെ ഇനി ഇവർക്ക് സ്വയം അംഗീകരിക്കപ്പെടണമെങ്കിൽ കൊടുത്തിരിക്കുന്ന വ്യവസ്ഥകൾ നോക്കൂ. ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് എങ്ങനെയാ നേടുക? ഒരു ചീഫ് മെഡിക്കൽ ഓഫീസറും അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പേർട്സ് ചേർന്ന ഒരു ഗ്രൂപ്പും ഈ വ്യക്തികളെ എക്സാമിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇവർ പ്രൂവ് ചെയ്യണം. ഈ വ്യക്തികൾ പ്രൂവ് ചെയ്യണം ഞാനൊരു ട്രാൻസ് മാൻ ആണ്, അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ആണ്. അതെങ്ങനെ? അതിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു സ്വകാര്യതയെ കൃത്യമായി ഖണ്ഡിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെ അവർ കടന്നു പോവണ്ടേ. അത് ഈ ഒരു പൊതുവേദിയിൽ അത്ര എന്താ പറയാ കയറി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ ഇപ്പോഴും ആ വ്യക്തികളുടെ സ്വകാര്യതയെ വളരെയധികം ബഹുമാനിക്കുന്ന ആൾ. എന്റെ മകൻ ഒരു ട്രാൻസ്മാൻ ആണ്, 24 വയസ്സുള്ള ഒരു ട്രാൻസ്മാൻ. ഇപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നു. എത്രയോ മക്കള് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവര് പഠിച്ച ഈ ചാലഞ്ചസ് കൂടെ ആണെങ്കിൽ പോലും സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാമിലി മെമ്പേഴ്സിൽ നിന്നോ ഒക്കെ കിട്ടുന്ന ഹ്യൂമിലിയേഷനെയൊക്കെ കടന്ന്, ആ കടമ്പകളൊക്കെ കടന്ന് അവര് ജീവിക്കാൻ ശ്രമിക്കുക. അവർ പഠിച്ച് സ്വന്തം കാലിൽ നിന്ന് അവര് സ്വന്തമായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള ശ്രമമാണ് ഓരോ ട്രാൻസ്ജെൻഡർ കുട്ടികളും ചെയ്യുന്നത്. അതില് ഓരോ കുട്ടികളുടെയും ഫൈനാൻഷ്യൽ സ്റ്റാറ്റസോ സോഷ്യൽ സ്റ്റാറ്റസോ റിലീജിയനോ ഒക്കെ വ്യത്യാസമായിരിക്കാം. പക്ഷെ അവരെല്ലാം നേരിടുന്ന ചാലഞ്ചസ് ഒന്ന് തന്നെയാണ്. അവരെവിടെയും സേഫ് അല്ല, ഒട്ടുമായിരുന്നില്ല. അതിൽ നിന്ന് മാറി അവർ പബ്ലിക് സ്പേസിൽ തുറച്ചുനോട്ടങ്ങൾക്ക് എപ്പോഴും അവർ സബ്ജക്റ്റഡ് ആണ്. സൊസൈറ്റിക്ക് ഒരു സോഷ്യൽ പ്ലഷർ പോലെ അവരെ തുറച്ചു നോക്കി അവരുടെ ശരീരഭാഗങ്ങളിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, ഇനി എന്തെല്ലാം വ്യത്യാസങ്ങൾ വരും, ഇതെല്ലാം സൈബറിടങ്ങളിൽ ചർച്ചയാവുന്നു. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിച്ചും എഴുതിയും ആളുകൾ ആനന്ദം നേടുന്നു. ഇങ്ങനെയുള്ള കാലയളവിലാണ് തീർത്തും ഒരു സുരക്ഷിതമായൊരു ഇടം ഇതുവരെ നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എങ്കിൽ പോലും നിയമം അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു. ഇനി മുന്നോട്ടുള്ള ഒരു നിയമ വഴി എന്തായിരിക്കും?
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിന്റെ ലീഗൽ വശങ്ങളിൽ സംസാരിക്കുന്ന എക്സ്പേർട്ട് അല്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു നിയമമായി മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് കോടതി വഴി അത് ചോദ്യം ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞ വഴികൾ. പക്ഷെ ഇന്നലെ വരെ വളരെ വിഷമം തോന്നിയൊരു കാര്യം, നമ്മുടെ പ്രിന്റ് മീഡിയയിൽ പോലും ഏറ്റവും അവസാനത്തെ പേജിൽ ചെറിയ കോളത്തിൽ ഒതുങ്ങിയ ന്യൂസ് ഇന്ന് രാവിലത്തെ പത്രങ്ങളിൽ, ഒരു പത്രത്തിൽ 1-ാം പേജിലും ഒരു പത്രത്തിൽ 6-ാം പേജിലുമെങ്കിലും ഒരു വാർത്തയായിട്ട് ഇത് ഇടം പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു ചെറിയ ആശ്വാസത്തിന് സാധ്യത കാണുന്നത് സുപ്രീം കോടതിയിലെ ഒരു സമിതി പാർലമെന്റില് ഈ ബിൽ വിത്ഡ്രോ ചെയ്യണം എന്നുള്ളൊരു ശുപാർശ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ സമാശ്വാസത്തിന്റെ വാർത്ത ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കിട്ടാനിടയായി. പക്ഷെ അത് എത്രത്തോളം നിലവിൽ വരും, പ്രാബല്യത്തിൽ വരും, അതിനു വേണ്ടി എത്രത്തോളം ഈ വ്യക്തികൾ കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളത് ഇപ്പോഴും നിർവചിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. തീർച്ചയായും ശുഭപ്രതീക്ഷയില് മുന്നോട്ട് പോകാം അമ്മ. ഇപ്പം ഈ ഒരു ബില്ലൊക്കെ വന്നതിന് ശേഷം, ഈ ഒരു ഭേദഗതിയൊക്കെ വന്നതിന് ശേഷം അദ്വൈതമായിട്ട് സംസാരിച്ചിരുന്നോ? അത് തീർത്തും എനിക്ക് പേഴ്സണൽ ആണ്. എങ്കിൽ പോലും അദ്വൈത് മാത്രമല്ല, അദ്വൈതിനെ പോലുള്ള എല്ലാ മക്കളും വളരെയധികം സ്ട്രെസ്ഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, അദ്വൈത് ഇപ്പോ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ച് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അവിടെ ജോലി ചെയ്യണോ, തിരിച്ചു വരണോ, ഇതൊന്നും ആ കുട്ടിക്ക് തീരുമാനത്തിൽ എത്താൻ പറ്റാത്ത കുറേയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സമയങ്ങളോട് കടന്നു പോകുമ്പോൾ ഇത് അതിന് മുകളിൽ ഒരു ആഡഡ് ട്രോമയായി മാറിക്കൊണ്ടിരിക്കുക. എനിക്കതിന് മറുപടികളില്ല. എന്റെ മകൻ മാത്രമല്ലാത്ത എത്രയോ ട്രാൻസ്ജെൻഡർ മക്കൾ എന്നോട് സംസാരിക്കാറുണ്ട്, എന്നോട് മെസ്സേജ് അയച്ച് അവരുടെ വികാരങ്ങൾ അവർ ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് ഒരു എന്താ പറയുക, ടോട്ടൽ ഫീലിംഗ്, ഇമോഷൻ എല്ലാ ഭാഗത്തും കിട്ടുന്നത് അവര് വളരെയധികം ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു ടൈം കൂടെ കടന്നു പോകുന്നത്. ഇനി ഇതിൽ വേറൊരു അല്പമെങ്കിലും ഈ കുട്ടികൾക്ക് ഒരു ഹെൽപ്പ് ഈ ട്രാൻസിഷന് കിട്ടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ പെർസീവ്ഡ് ആയിട്ടുള്ള ഐഡന്റിറ്റിയിലേക്ക് ട്രാൻസിഷൻ ചെയ്യാനുള്ള സർജറികളും മറ്റും പോകുന്നതാണ് സാധാരണ രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം. പക്ഷെ ഈ പുതിയ ഭേദഗതിയിൽ പ്രകാരം ഇവരെ അസിസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് പോലും ക്രിമിനൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് തടവ് ശിക്ഷ വരെ കിട്ടാവുന്ന ഒരു ക്രിമിനൽ ആക്ടായിട്ട് അത് മാറുകയാണ്. അതായത് എന്റെ മകന്റെ കാര്യത്തിൽ അവന് വേണ്ട ട്രാൻസിഷന്റെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഞാനും എന്റെ ഭർത്താവും എന്റെ ഇളയ മകനും ഞങ്ങളുടെ കുടുംബവും നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇതില്ലാത്ത എത്രയോ മക്കൾ, അവർക്ക് കിട്ടുന്ന ഹെൽപ്പ് ഒരുപക്ഷെ അവരെ പോലെ സമാന ചിന്താഗതിയുള്ള ട്രാൻസ് അല്ലാത്ത ആളുകളോ അല്ലെങ്കിൽ ട്രാൻസ് ആയിട്ടുള്ള ആളുകളോ അവരെ ഹെൽപ്പ് ചെയ്തു എന്ന് വെക്കുക. അതൊരു സിസ്റ്റമാണ് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഇതൊരു ട്രാൻസിഷൻ ഒരു ഇവന്റ് അല്ല, ഒരു പ്രോസസ്സാണ്. അതിനൊരു വലിയൊരു നെറ്റ്വർക്കിന്റെ ഒരു സപ്പോർട്ട് അവർക്ക് ആവശ്യമുണ്ട്. ആ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഒരു പക്ഷേ ആ ട്രാൻസ് ആയിട്ടുള്ള ആ വ്യക്തിയുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലോ ഒരു പരാതിയായിട്ട് അല്ലെങ്കിൽ അതിനൊരു അനിഷ്ടം തോന്നിയിട്ട് ഒരു പരാതി കൊടുത്താൽ ഈ വ്യക്തികളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ പോലും ശിക്ഷ അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും സ്വമനസാലെ ഈ വ്യക്തികൾക്ക് ഹെൽപ്പിന് വേണ്ടി മുന്നോട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ ഈ ഒരു ചെറിയതാണെന്ന് പലർക്കും തോന്നുന്ന ഈ ഒരു അമെന്റ്മെന്റ്, ഈ ബില്ലിൽ വരുന്ന അമെന്റ്മെന്റ് ഉണ്ടാക്കാവുന്ന ഒരു വ്യാപ്തി എന്ന് പറയുന്നത് ഭയങ്കര ദൂരവ്യാപകമാണ്. അതിനൊരു ലിമിറ്റ് ഇല്ല. ഈ വ്യക്തികൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് എവിടെ എങ്ങനെ ഞാൻ ജീവിക്കും എന്നുള്ള ഒരു ഭീതിയാണ്. ഭീതി എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയ നിർവചനത്തിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫിയർ അല്ല. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ഈ ചാലഞ്ചസ് കൂടെ എല്ലാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ഹോപ്പുണ്ട്. എനിക്ക് ജീവിക്കണം, എനിക്ക് സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ട് സമാധാനമായിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിൽ നിന്ന് തിരിഞ്ഞാണ് നടക്കേണ്ടി വരുന്നത് എന്ന് മനസ്സിലാവുമ്പോൾ തിരിച്ച് ഞാൻ എന്റെ പഴയ ഐഡന്റിറ്റിയിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള ഭീതി, ഞാൻ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയാൽ ഞാൻ എത്ര സുരക്ഷിതയോ ആണെന്നുള്ള ഭീതി. ഇനി ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നിഷ്കാസിതനായ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പോയി താമസിക്കുന്ന സ്ഥലങ്ങളിലെ സുരക്ഷിതത്വത്തിനെ പറ്റിയുള്ള ഭീതി, ഇതെല്ലാം ഈ കുട്ടികളെ ജീവിക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അവര് ജീവിതം മതിയായി എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തള്ളിവിടുകയല്ലേ ചെയ്യുന്നു. അത് എന്റെ മകനും അതിലൊരു ഭാഗമാണ്. ഒരു അമ്മ എന്ന രീതിയിൽ, ഒരു പാരന്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞങ്ങൾ പാരന്റ്സ് ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടായിട്ട് ചെയ്യുന്ന അമ്മമാരുടെ അച്ഛന്മാരുടെ ഒരു പ്രതിനിധി രീതിയിൽ ഞാൻ പറയുന്നു, അതാണ് ഒരു പാരന്റ് എന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഭീതി തരുന്ന കാര്യം. ഈ ജന്മനായുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ, അതേപോലെ തന്നെ ലൈംഗിക സ്വഭാവ സവിശേഷത എന്നിവയൊക്കെ നോക്കിയായിരിക്കുമല്ലോ ഇനിയിപ്പം സ്വത്വം തീരുമാനിക്കുക എന്നാണ് ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം
നിശ്ചയമായിട്ടും കുടുംബത്തിന് ഈ മെഡിക്കൽ ടീമുമായിട്ട് അല്ലെങ്കിൽ ഡോക്ടർമാരോട്ടൊക്കെ ബന്ധമുണ്ടാകും, പരിചയമുണ്ടാകും. അവരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു, ഈ ആശങ്കകൾ പറഞ്ഞിരുന്നു അവരുമായി? ഈ ആശങ്കകൾ ഞങ്ങൾ ഷെയർ ചെയ്തിരുന്നു. ആർക്കും തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് സപ്പോർട്ട് ആവുന്ന ഒരു നെറ്റ്വർക്ക് സിസ്റ്റം, അവർക്ക് ആർക്കും ഇതിന്റെ റിപ്പർക്കഷൻസ്, ഇതിന്റെ ബാക്കി എന്താവും എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയില്ല. മാത്രമല്ല, അൾട്ടിമേറ്റ്ലി എല്ലാവരും അവനവന്റെ സുരക്ഷിതത്വമാണ് നോക്കുക. അതിനപ്പുറത്തേക്ക് അവനവൻ സുരക്ഷിതമായാൽ മാത്രമേ നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ബോട്ടം ലൈൻ ആണ്. എങ്കിൽ പോലും നമ്മൾക്ക് ആരെയും ഫോഴ്സ് ചെയ്ത് ഈ വ്യക്തികളെ, ഈ ഒരു ഗ്രൂപ്പ് എന്താ പറയാ, ഒരു പോപ്പുലേഷനെ ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല ആരോടും. അതവർക്ക് ധൈര്യമായിട്ട് ചെയ്യാനുള്ള ഒരു അവകാശം, ഒരു അനുവാദവും നമ്മുടെ നിയമവും കൂടെ കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് അവരുടെ സുരക്ഷിതത്വത്തെ അത് ബാധിക്കില്ലേ? ഈ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഈ സെൽഫ് പെർസീവ്ഡ് ആയിട്ടുള്ള ഐഡന്റിറ്റി അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, ഒരു വ്യക്തി പോലും ഒരു തമാശയ്ക്ക് ഞാൻ ജനിച്ചത് ഫീമെയിൽ ആയിട്ടാണ്, എനിക്കിനി മെയിലായിട്ട് ജീവിച്ചാൽ മതി എന്ന് തീരുമാനിക്കൂ. ഞാൻ ജനിച്ചത് ഒരു ഫീമെയിൽ ആയിട്ട്, ഞാൻ മരിക്കുമ്പോഴും ഞാൻ ഫീമെയിലായി ജീവിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാനത് ആഗ്രഹിക്കുന്നു, ഞാൻ ജീവിക്കുന്നു. അതിൽ ചാലഞ്ചസ് വളരെ കുറവാണ്. പക്ഷെ ഇത് മനസ്സിലാക്കി ഞാൻ എന്റെ ഐഡന്റിറ്റി മാറുന്നതനുസരിച്ചിട്ട് എനിക്ക് ഉണ്ടാകാവുന്ന സോഷ്യൽ, ഫിനാൻഷ്യൽ, ലീഗൽ, പിന്നെ ഫിസിക്കൽ എല്ലാ തരത്തിലുള്ള ട്രോമകളെയും ഫേസ് ചെയ്യാൻ റെഡിയായിട്ട് ഒരാള് സെൽഫായിട്ട് പെർസീവ് ചെയ്യാണ് അവരുടെ ഐഡന്റിറ്റി. അതെങ്ങനെയാ കള്ളത്തരമാവുന്നത്? അതൊരിക്കലും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ആ പറയുന്ന ഈ പുതുതായിട്ട് എടുക്കുന്ന ഐഡന്റിറ്റി കൊണ്ട് ഇവര് കുറെ റിസർവേഷൻസ് തട്ടിയെടുക്കുന്നു എന്നുള്ള ഒരു വാദമൊക്കെയും ഇതിന് പിറകിൽ കേൾക്കുന്നുണ്ട്. അതും എത്രത്തോളം പൊള്ളയായിട്ടുള്ളതാണ് എനിക്കറിയാം. എന്റെ മകന്റെ അനുഭവങ്ങളിൽ നിന്ന് എനിക്കറിയാം. ഇവർക്കൊരു പബ്ലിക് സ്ഥലത്ത് ഇവർക്ക് സ്വന്തമായിട്ട് സുരക്ഷിതമായിട്ട് പോകാനുള്ള ഒരു പബ്ലിക് ടോയ്ലറ്റ് പോലും ഇല്ല നമ്മുടെ രാജ്യത്ത്. വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിലേ ഉള്ളൂ അത്. അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ അവര് ജോലി സാധ്യതകളിൽ നിന്ന് അവർ മാറ്റപ്പെടുന്നു. അല്ലെങ്കിൽ അവരൊരു എന്താ പറയാ, പല സാമൂഹിക സാഹചര്യങ്ങളിൽ അവർക്ക് സ്വന്തമായിട്ട് എന്റെ ഐഡന്റിറ്റി ഇതാണ് ധൈര്യപൂർവ്വം നമ്മുടെ കുടുംബങ്ങളിൽ തുറന്ന് പറയാൻ ബുദ്ധിമുട്ട് വരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഇവര് റിസർവേഷന് വേണ്ടിയിട്ട് ഇവര് വാദിക്കാനോ അല്ലെങ്കിൽ നേടിയെടുക്കാനോ പറ്റുള്ളൂ. അപ്പൊ ഇതെത്ര മൈനോറിറ്റി ആയിട്ടുള്ള ഒരു ചെറിയൊരു പോപ്പുലേഷനെ അവരെയും കൂടെ നിർത്തി, അവരെയും കൂടെ നമ്മളുടെ നാട്ടിലെ ഒരു പൗരയോ ആണെന്നുള്ള ഒരു ധാരണ കൊടുത്ത് കൂടെ നിർത്താൻ എന്തുകൊണ്ട് നമ്മുടെ നിയമനിർമ്മാണങ്ങൾക്ക് പറ്റുന്നില്ല? അതിൽ നമ്മൾ പൂർണ്ണമായിട്ട് പ്രതിഷേധിക്കുന്നു. അതിൽ ഞങ്ങൾ അമ്മമാരും അച്ഛന്മാരും ഈ മക്കളുടെ കൂടെ തന്നെയാണ്. അത് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം അത്രയെങ്കിലും ഒരു ആശ്വാസം ആ വ്യക്തികൾക്ക് നമ്മൾ കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്റെ മകന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൻ മൂലം വെച്ച് അവന്റെ പോലെ ഈ തീർച്ചയായും അത് തന്നെയാണ് ഈ സമൂഹത്തിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ സപ്പോർട്ട്. കാരണം കുടുംബത്തിൽ നിന്നുള്ള ഒരു പിന്തുണ, അത് അവർക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം അത് ഒട്ടും ചെറുതായിരിക്കില്ല. ആ കുട്ടിയെ ചേർത്ത് നിർത്തുന്നതിനും ആ കുട്ടിയെ അവരുടെ ഐഡന്റിറ്റിക്കൊപ്പം നിൽക്കാൻ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന കുടുംബത്തിനും ഒരുപാട് അവരുടെ ആശങ്കകൾ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ചർച്ചകളൊന്നും തന്നെ ഇല്ലാതെയാണ് ഇപ്പോൾ ഈ ബില്ല് പാസ്സാക്കിയത്. പക്ഷേ ഇനിയും ചർച്ചകൾക്ക് വഴിയുണ്ട് എന്നറിയുന്നു നിയമമാകുന്നതിന് മുൻപ് തന്നെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പ്രതീക്ഷിക്കാമോ ഇതിലെന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുമെന്ന്? നമുക്കിപ്പം ജോയിൻ ചെയ്ത് സമൂഹത്തിൽ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സും അല്ലെങ്കിൽ അവരുടെ ഫാമിലി മാത്രമല്ല ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടത്. എല്ലാവർക്കും അത് മനസ്സിലാവണം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അവരെ അംഗീകരിക്കുക എന്നുള്ളത് അവരോട് കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല. അവർക്ക് കൊടുക്കുന്ന അവരെന്നല്ല, നമ്മൾ പരസ്പരം ഏത് വ്യക്തിയും, ഞാൻ സേതുലക്ഷ്മിക്ക് തരുന്നൊരു ബഹുമാനം, സേതുലക്ഷ്മി എനിക്ക് തരുന്നൊരു ബഹുമാനം, ഒരു മ്യൂച്വൽ റെസ്പെക്ട്, അത് മാത്രമാണ്. നമ്മൾ അവരെ അംഗീകരിക്കുന്ന വഴിയാ എന്തോ അവരെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നു. അത് ആ തരത്തിലൊരു ഔദാര്യം അല്ല. ഔദാര്യം അവർക്ക് ആ ഒരു അർഹതയല്ലല്ലോ അവർക്കുള്ള. അവരും നമ്മളെ പോലെ ഈക്വൽ റൈറ്റ്സ് ഉള്ള, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ള, നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളും അവർക്കും ഉള്ളതല്ലേ. എവിടെയെങ്കിലും നമ്മൾ അങ്ങനെ മാറ്റി ചിന്തിക്കാൻ പാടുണ്ടോ? അത് മാനുഷിക മൂല്യമാണോ? നമ്മൾ ഒത്തിരി ഭാരത സംസ്കാരത്തിലെ ഒത്തിരി പക്ഷേ ഒരു ന്യൂനപക്ഷ ആൾക്കാരെങ്കിലും അങ്ങനെ മാറി ചിന്തിക്കുന്നുണ്ട് അമ്മ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഈ ചർച്ചകൾ കൂടാതെ ഈ ബില്ലുകൾ അധികം വരുന്നതും. ഈ ബില്ല് വന്നിട്ട് പോലും അതിന് എത്ര കണ്ട് പ്രതിഷേധമുണ്ടായി എന്ന കാര്യം കൂടിയൊക്കെ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ സമൂഹത്തിന്റെ ചിന്തകൾ മാറട്ടെ, ഈ നിയമത്തിൽ ഇനിയും ഭേദഗതി വരുമെന്നും പ്രതീക്ഷിക്കും അമ്മ. അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. ഇപ്പോൾ ഈ പറഞ്ഞ ആശങ്കകൾക്കൊക്കെയും ഒരു പരിഹാരം ഉണ്ടാകുമെന്നുകൂടി പ്രതീക്ഷിക്കുന്നു. ഒപ്പം നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സേതുലക്ഷ്മി. ഈ ഒരു അവസരം
ഇതൊന്ന് ഒരു ഇഗ്നൈറ്റ് ആവാൻ ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജഗദീശ്വരനോട്. എല്ലാവർക്കും നന്മകൾ വരട്ടെ. എല്ലാ ട്രാൻസ് മക്കളും, എല്ലാ അസമത്വം നേരിടുന്ന മക്കളും അവർക്ക് സ്വതന്ത്രമായിട്ടും സുരക്ഷിതമായിട്ടും ജീവിക്കാനുള്ള അവകാശം ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു.